10 വർഷങ്ങൾക്ക് മുൻപ് ഇതിൽ വന്നാൽ ചെരുപ്പോ മുട്ടുവരെയുള്ള ഷൂസ് ഇട്ടെങ്കിലേ ഈ വാർഡിൽ വരാൻ പറ്റത്തുള്ളായിരുന്നു. കുറച്ച് മുന്നേ ഇവിടെ സംസാരിച്ചു, ബഹുമാന്യനായ മുൻ മെമ്പർ ഇവിടെ സംസാരിച്ചു, ഈ റോഡ് അവരുടെയൊക്കെ ശ്രമഫലമായിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അതെന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഈ വഴിക്ക് വേണ്ടി 2-3 പേര് ഇവിടെ ഉള്ളവർ എന്നെ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പേര് പറഞ്ഞ ശശി അണ്ണൻ ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്, മസൂദ്, ഇങ്ങനെയുള്ള കുറച്ച് പേര്, വിനോദ് ഉൾപ്പെടെ ഉള്ളവരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഭൂമി ഏറ്റെടുക്കലുമായിട്ടാണ് അവർ ബന്ധപ്പെട്ടത്. പക്ഷേ ഭൂമി ഏറ്റെടുത്ത് ഇത് കോൺക്രീറ്റിൻ്റെ ഫണ്ട് അനുവദിക്കുന്നത് ശ്രീ തമ്പി, ഇവിടുത്തെ വാർഡ് മെമ്പറായിരുന്ന തമ്പി പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് 10 ലക്ഷം രൂപ കോൺക്രീറ്റിനും 3 ലക്ഷം രൂപ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയും ഹൈമാസ്റ്റ് ലൈറ്റ് അന്ന് 1 ലക്ഷം രൂപയും അനുവദിച്ചത്. ഷെറിൻ ഉൾപ്പെടെ ഉള്ളവരുടെ, ഞാൻ ഉൾപ്പെടെ ഉള്ളവരുടെ ശ്രമഫലമായിട്ടായിരുന്നു അന്ന് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റിയത്. അവരിപ്പോൾ പറയുന്നത് അവരുടെ സർക്കാർ ചെയ്തതാണ്. അത് ഏത് സർക്കാർ ഇരുന്നാലും അതിന്റെ ഫണ്ട് അനുവദിക്കുന്നത് അത് പിണറായി വിജയന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല, ജനങ്ങളുടെ പൈസയാണ്. അല്ലാതെ പിണറായി വിജയുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന ഫണ്ടല്ല. ഇത് ഏത് സർക്കാർ ഇരുന്നാലും അതിന്റെ ഫണ്ട് അനുവദിക്കുന്നത് അതാത് സർക്കാരിൻ്റെതാണ്. പക്ഷേ പഞ്ചായത്ത് വഴി വന്ന ഫണ്ട് തമ്പിയുടെ ശ്രമഫലമായിട്ടും ഷെറിൻ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരുടെ ശ്രമഫലമായിട്ടുമാണ് ഇവിടെ ഉണ്ടായത്. മുൻ മെമ്പർ പറഞ്ഞത് അവരുടെ ശ്രമഫലമായിട്ടാണെന്നാണ്. അതല്ല, അത് ഇവിടുത്തെ പരത്തമ്പാറ നിവാസികൾക്ക് അറിയാൻ പറ്റും. ഇതൊന്നും നമ്മൾ കൂടുതൽ പറയണ്ടല്ല. അവർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കാൻ ഒരു ഇടയാ വന്നത്. അതുപോലെ മുന്നേ ഇവിടെ 2-ാം വാർഡിൽ പല റോഡുകളിലും ഒരാൾക്ക് നടന്നു പോകാൻ പോലും, ഒരാൾ മരണപ്പെട്ടാൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമയമുണ്ടായിരുന്നു. ഇന്ന് 2-ാം വാർഡിൽ പല ഭാഗത്തും ഷെറിന്റെ ശ്രമഫലമായിട്ട്, റീന ഫസലിന്റെ ശ്രമഫലമായിട്ട് 8-10 റോഡുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. തമ്പി ഇവിടുത്തെ വാർഡ് മെമ്പറായിരുന്നപ്പോൾ നമ്മൾ അടുത്ത സ്കൂളായ LP സ്കൂളിന് തന്നെ ഒരു 10-15 ലക്ഷത്തിൽ കൂടുതലുള്ള ഫണ്ട് അനുവദിക്കാൻ പറ്റി. ഒരു വാർഡ് മെമ്പർ ചെയ്യാൻ പറ്റുന്നിടത്തോളം എന്തൊക്കെ ചെയ്യാൻ പറ്റിയോ ആ പല കാര്യങ്ങളും ചെയ്യും. പിന്നെ ഒരു വാർഡ് മെമ്പറെ സംബന്ധിച്ചുള്ള എല്ലാ ഫണ്ടും വാരിക്കോരി ചെലവാക്കാൻ പറ്റത്തില്ല, എല്ലാ ഭാഗത്തും ചെയ്യണം. ഇതിന് മുന്നേ പറഞ്ഞു റബ്ബർ വില 200 രൂപ ആക്കിയത്. റബ്ബർ വില 200, ഞാൻ ഇന്നും കച്ചവടം ചെയ്തിട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. റബ്ബർ വില ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം 160 രൂപയാണ് ഇന്നത്തെ വില. ഇവര് പറയുന്നു 200 രൂപ ആക്കിയത്. എവിടെ 200 രൂപ ആക്കി? എവിടെ 200 രൂപ ആക്കിയെന്ന് എനിക്കറിയത്തില്ല. റബ്ബറിന്റെ വില ഇന്ന് 160 രൂപയാണ്. ഇവര് ഇപ്പൊ സർക്കാർ ചെയ്യണതെന്ന് പറഞ്ഞാൽ എല്ലാ മതവിശ്വാസികളും വിശ്വസിക്കുന്ന അയ്യപ്പ വിഗ്രഹം വരെ അവർ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോഴത്തെ സർക്കാർ ഇരിക്കുന്നത്. അതുപോലെ തന്നെ പെൻഷൻ ശ്രീ ഉമ്മൻചാണ്ടി തൊഴിൽ മന്ത്രിയായിരിക്കുമ്പോഴാണ് നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് പെൻഷൻ കൊണ്ടുവരുന്നത്. ആ പെൻഷൻ എന്ന് പറയുമ്പോൾ അന്ന് 100 രൂപയെങ്ങാണ്ടാണ്. അന്ന് 100 രൂപയെന്ന് പറയുന്നത് അന്ന് നമ്മളൊരു കൂലിവേലക്കാരന്, ഇപ്പോൾ അവിടെ നമ്മളെല്ലാം കൂടെ പലരും ജോലിക്കാരൊക്കെ നിൽപ്പുണ്ട്. അന്ന് ഒരു 20, 28, 30, 40 കൊല്ലത്തിന് മുമ്പ് ഒരു കൂലിവേലക്കാരന് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് 15 13 രൂപയാണ്. അന്ന് 100 രൂപ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇന്നതല്ല, ഇന്നിപ്പോൾ ഇവർ 2000 രൂപ ആക്കിയെന്ന് പറയുന്നു. ഇതൊന്നും ആളുകൾക്ക് കിട്ടിയോ കിട്ടിയില്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇന്ന് 2000 രൂപ എന്ന് പറയുന്നത് ഒരു കൂലിവേലക്കാരൻ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തെ ജോലിക്ക് പോയാൽ 2000 രൂപ കിട്ടും. അപ്പൊ ഇവർ 2000 രൂപ കൊടുത്താലും ഒരു കുടുംബത്തിന് എങ്ങനെ കഴിയാൻ പറ്റും? അതുപോലെ തന്നെ പല വികസനങ്ങൾ എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ
വികസനങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഭരണമില്ലെങ്കിലും IT മേഖലയിലായിരുന്നാലും കമ്പ്യൂട്ടർ മേഖലയിലും ഏത് മേഖലയിലായിരുന്നാലും പഴയ വികസനങ്ങളെല്ലാം കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാരായിട്ടിരിക്കുമ്പോൾ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള എല്ലാ സ്വപ്ന പദ്ധതികളെല്ലാം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശ്രീ മൻമോഹൻ സിംഗ് ഇരുന്ന സമയത്താണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. അന്ന് ആദ്യകാലത്ത് 100 രൂപയായിരുന്നു, ഇപ്പൊ 370 രൂപയും കണ്ടാണ്. അപ്പൊ ഈ നടക്കാൻ പറ്റാത്ത ഒരു വാർഡ് ഇപ്പൊ നമുക്ക് ചെരുപ്പിടാതെ വളരെ നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ പ്രദേശത്ത് തന്നെ SC ഇതിൽ വരുന്ന ശ്രീ റീന ഫസിലിന്റെ നേതൃത്വത്തിൽ 5 വീടുകൾക്ക് മെയിൻ്റനൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തമ്പി ഇരുന്ന സമയത്ത് ഇവിടെ ഉള്ള ഒരു സഖാവിന് പോലും ഞാൻ മെയിൻ്റനൻസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ശ്രമഫലമായിട്ട് ഇവിടെ ഉള്ള ഒരു സഖാവിൻ്റെ വീടിന് പോലും ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടില്ല, ജാതി നോക്കിയിട്ടില്ല. അത് മരിക്കുന്നവരെ എൻ്റെ ജീവിതം അങ്ങനെ തന്നെയായിരിക്കും. ഇവിടെ ഇപ്പോൾ പല വീടുകളിലും കയറിയപ്പോൾ പറഞ്ഞത് ഇർഷാദ് എന്ന് പറഞ്ഞ ആള് ഈ ഇലക്ഷൻ വരുമ്പോൾ മാത്രം വരുന്നത്. ഇർഷാദ് ഏത് സമയത്തും ഉണ്ടാവും. പിന്നെ ചില എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് എല്ലാ കാര്യത്തിനും ഇറങ്ങാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ മരണം വരെയും ഞാൻ ഈ പടത്തമ്പാറ നിവാസികൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും ഞാൻ പങ്കെടുക്കുകയും നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ പങ്കെടുക്കും. നിങ്ങൾ ഈ ചുണക്കുട്ടനായ പലവക്കോടിന്റെ പൊന്നോമന പുത്രനായ ഷെറിനെ നിങ്ങൾ വോട്ടിലൂടെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവൻ നിങ്ങളുടെ വാർഡിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുമെന്ന് ഞാൻ വാഗ്ദാനം തരുന്നു. ഈ ചുണക്കുട്ടന്മാർ എല്ലാവരും നിങ്ങളെ കൂടെ ഒപ്പം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ടും നിങ്ങൾ ഞങ്ങൾക്ക് നൽകി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. ഞാൻ നമസ്കാരം. എല്ലാ നമ്മളെ പടത്തമ്പാറ നിവാസികൾക്കും എൻ്റെ നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.